Hello everyone. So, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പ്രൂഫുമായിട്ട് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. സോ കഴിഞ്ഞൊരു വീഡിയോയിൽ 1 = 2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിന് വളരെ കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയുടെ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളുടെ കമൻസും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. സോ അതുപോലെയുള്ള വേറൊരു പ്രൂഫുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ 1 = -1 എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം ഇൻഡിജേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സീറോയുടെ ഒരു ഭാഗത്തോട്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട് 1, 2, 3, 4 എന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഭാഗത്തോട്ട് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട് -1, -2, -3, -4 എന്നിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഈ ഒരു പോസിറ്റീവ് ഇൻഡിജറും നെഗറ്റീവ് ഇൻഡിജറും ഈക്വൽ ആണ് നമ്മൾ പറയാറില്ല അല്ലേ? എപ്പോഴെങ്കിലും 1 = -1 പറയാറുണ്ടോ? ഇല്ല. 2 = -2 പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത് 1 = -1 എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെയുള്ള വളരെ വെറൈറ്റി ആയുള്ള സംഭവങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാറുള്ളത്. സോ 1 = 2 ശേഷം ഇന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു 1 = -1 എന്നുള്ളത്. സോ ശ്രദ്ധിച്ചിരിക്കുക, എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫൺ ഫേക്ക് മാത്സ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ പ്രൂഫ് ചെയ്യുക എന്നുള്ളത്. സോ ജസ്റ്റ് നമ്മൾ 1 എന്നുള്ള നമ്പറിന് എടുത്തു. അപ്പോൾ ഈ 1 = √1 എന്ന് എനിക്ക് കൊടുക്കാമല്ലോ അല്ലേ? 1 = √1. ഇനി ഈ √1 ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. √1 എന്നുള്ളതിനെ √1 × -1 എന്ന് കൊടുത്തു. കാരണം എന്താ, -1 × -1 ചെയ്യുമ്പോൾ 2 മൈനസും കൂടെ വന്നിട്ട് പോസിറ്റീവായി മാറും, ബാക്കി 1 തന്നെ ഉണ്ടാവുള്ളൂ. സോ 1 പകരം -1 × -1 എന്ന് റൂട്ടിൻ്റെ അകത്ത് കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് √xy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √x × √y ആണ്. അതായത് റൂട്ടിൻ്റെ അകത്തുള്ള 2 ആൾക്കാർക്കും എന്ത് ചെയ്യണം, ആ റൂട്ട് ഇട്ട് കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക, √-1 × √-1 എന്ന് വരും അല്ലേ? റൂട്ടിൻ്റെ അകത്തുള്ള 2 ആൾക്കും എന്ത് ചെയ്തു, ഞാൻ ആ ഒരു റൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ √-1 × √-1 ആണല്ലോ വന്നത്. ഇപ്പോൾ x × x ആണെങ്കിൽ x² ആണ്, y × y ആണെങ്കിൽ y² ആണ്. സോ √-1 × √-1 എന്തായിരിക്കും, √-1ന്റെ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? √-1ന്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി √xന്റെ സ്ക്വയർ എന്തായിരിക്കും, x. √yയുടെ സ്ക്വയർ y, അതായത് ആ റൂട്ടിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആണ് ഒഴിവാക്കിയാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ √-1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പോൾ ആൻസർ? ഈ റൂട്ടിനാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരേ ഉള്ളൂ, -1 മാത്രമേ ഉള്ളൂ അല്ലേ? -1. നമ്മൾ 1 = എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം ചെയ്ത് അവസാനം നമ്മൾ എവിടെ എത്തി, -1 എത്തി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 = എന്താണ്, 1 = -1 അല്ലേ? 1 = -1 എന്നുള്ള ഒരു റിസൾട്ടോട് എത്തി. അപ്പോൾ എന്താണ് ഇവിടെ പറ്റിയത്? നമ്മൾ ഇതിന് മുന്നേയും 1 = 2 എന്ന് ചെയ്തപ്പോഴും അവിടെ ഒരു ട്രിക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആ ട്രിക്കാണ് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ പ്രൂഫിലും എന്തോ ഒരു ട്രിക്ക്, എന്തോ ഒരു ഐഡിയ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് നോക്കുക എവിടെ വെച്ചിട്ടാണ് പ്രശ്നം പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു ട്രിക്ക് ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, കഴിഞ്ഞ വീഡിയോയുടെ പോലെ തന്നെ എന്ത് ചെയ്യുക, താഴെ ഇതിൻ്റെ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സോ എല്ലാവരും എന്താണ് ഇതിൻ്റെ പുറകിൽ ഐഡിയ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.